നമ്മുടെ ഉസ്താദ് റഹ്മത്തുള്ള കാസിമി ചില സമയങ്ങൾക്ക് സത്യം തുറന്ന് പറയും. അപ്പം ഈ സ്വന്തം അനുയായികൾ തന്നെ അദ്ദേഹത്തെ വട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിത്രീകരിക്കാറ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, സത്യം എപ്പം എവിടെ മറച്ചു വെച്ച് കഴിഞ്ഞാലും ഒരു കാലത്ത് അത് പുറത്തു വരും. സത്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് റഹ്മത്തുള്ള കാസിമി. അക്കാലത്തുണ്ടാവണ് 82 ഒറ്റപ്പുറം സമാധം ഞാൻ പങ്കെടുത്തു. അവസാനം അങ്ങോട്ട് വാഷളായി. പിന്നെ ബദരീങ്ങൾക്ക് റിയാസി നോക്കിട്ട് വരുന്നാണ്ട പിരിഞ്ഞ് അങ്ങനെ ജനം വിടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ഷിർക്കിന്റെ നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചുകൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് നിങ്ങളാരും പേടിയില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അത് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യമാണല്ലോ. ഇപ്പൊ നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രിയാകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. പുതിയ പെണ്ണെട്ടിയ ആളുകൾക്ക് സുബയാകണ ഇഷ്ടം ഉണ്ടാവില്ല. സുബയായി എന്നുള്ള സത്യല്ലേ. സലാത്ത് കയറുമ്പോഴുണ്ടാവും എന്ന് പറഞ്ഞപ്പോ എന്റെ ചെങ്ങായി പറഞ്ഞു. അപ്പോഴാണ് അപ്പളയും പുതിയൊന്നും പറഞ്ഞു. ഞങ്ങളിന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ മറ്റാത്ത്. ഞങ്ങളവിടെ സലാത്ത് കയറുമ്പോഴുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം. വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവര് കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മാനായ ശൈഖുനാ ശംസുൽ ഉലമയും AP അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് പുത്തനുണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്. അതൊരു വസ്തുത പറയാണ്. ഇതൊന്നും ഒരു കുറ്റല്ല, നേര് പറയാൻ. തകർന്നു. സുന്നികൾ രണ്ടായി. 980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങി. അതിനിടയിൽ അവര് വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറിക്കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ട് തങ്ങൾ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാര ഉള്ളത്? നിനക്ക് എന്തഭിമാനം 100 വർഷം നടത്താം.